ഒരുപാട് പേർക്ക് ഈ സർട്ടിഫിക്കറ്റ് ഏത് നൽകണം, രേഖ എന്ത് നൽകണം എന്നതിലൊരു അവ്യക്തതയുണ്ട്. 12 രേഖകൾ എന്ന് പറഞ്ഞു, പക്ഷേ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നൽകണമെന്നാണല്ലോ. അത് ഏതാണ്? ആധാർ ആയാലും കുഴപ്പമില്ല എന്നല്ലേ ഇപ്പോൾ? അതെ, കറക്റ്റ്. അതെ, അതിലെ 12 രേഖകളിൽ ആധാർ ഒരു രേഖയാണ്. പക്ഷേ ആധാർ ഒരു പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അതിനെ കാണുന്നത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതായത് ഉദ്യോഗസ്ഥർക്ക് ഇല്ലെങ്കിൽ അവിടെ ഒബ്ജക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ള രേഖ അതായത് ആധാർ ആണെങ്കിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബാക്കി രേഖകൾ പരിശോധിക്കണമെന്നുള്ളതേ ഉള്ളൂ. അതാണ് പ്രൊസീജിയർ. ശരി സർ, ഇപ്പോൾ 2002 വോട്ടർ പട്ടികയിൽ പേരില്ല, പക്ഷേ ഇപ്പോഴുള്ള വോട്ടർ പട്ടികയിൽ പേരുണ്ട്. അങ്ങനെയുള്ളവർ സ്വന്തം യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിനൊപ്പം മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളുടെ ഒരു രേഖ കൂടി നൽകണ്ടേ? അതും ഈ പറയുന്ന ആധാറോ മറ്റേ ലൈസൻസ് ഏതാണോ അത് ഏതെങ്കിലും ഒരെണ്ണം നൽകിയാൽ മതിയോ? അതെ, അതിലൊരു ക്ലാരിറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ താങ്കളുടെ പേര് 2002 ലിസ്റ്റിലില്ല, 2025 ലിസ്റ്റിലുണ്ട്. പക്ഷെ തങ്ങളുടെ മാതാപിതാവുടെ പേര് 2002 ലിസ്റ്റിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്തുള്ള ഫസ്റ്റ് റിലേഷനുള്ള ബന്ധുക്കൾ ആരെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് ഫോമിൽ ഫിൽ ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ പറയുന്നത് ഒരു പ്രോജനി മാപ്പിംഗ് എന്നാണ് പറയുന്നത്. അതായത് താങ്കളുടെ ഫാമിലിയുടെ ഡിസെൻഡൻസിനെ നമ്മൾ മാപ്പ് ചെയ്യാനുള്ള ഒരു പ്രക്രിയയാണ്. അങ്ങനെ താങ്കളുടെ ഏതെങ്കിലും 2002 ലിസ്റ്റിലുള്ള താങ്കളുടെ പ്രോജനി അച്ഛനോ അമ്മയോ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അങ്ങനെയുള്ള തൊട്ടടുത്തുള്ള ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ സമയത്ത് താങ്കൾക്ക് വേറെ ഒരു രേഖ പോലെ കൊടുക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു ഇൻസ്ട്രക്ഷൻ. അങ്ങനെ ഇല്ലെങ്കിൽ 2002 ലിസ്റ്റിൽ താങ്കൾക്ക് ആരോ ഒരു ബന്ധു ഇല്ല, അച്ഛൻ അമ്മയുടെ ഡീറ്റെയിൽസ് അവിടെ ഇല്ല, അങ്ങനെ വരുവാണെങ്കിൽ മാത്രം താങ്കൾ പറഞ്ഞ മാതിരി 1987 മുൻപ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് മാത്രം ഒരു 12 രേഖ കൊടുക്കണം. 1987 മുതൽ 2004 വരെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ രേഖ, പിന്നെ അച്ഛനും അമ്മയുടെ ഒരു രേഖ കൊടുക്കേണ്ടി വരും. പിന്നെ മൂന്നാമത്തേത് 2004 കഴിഞ്ഞിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ താങ്കളുടെ ഒരു രേഖ കൊടുക്കണം, അച്ഛന് അമ്മയുടെ രേഖ കൂടി കൊടുക്കേണ്ടി വരും. അതാണ്. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2002 ലിസ്റ്റിലുള്ള താങ്കളുടെ അച്ഛനോ അമ്മയോ അവരുടെ ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് മാപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു രേഖകൾ കൊടുക്കേണ്ട അവസരം വരത്തില്ല. ശരി, അതിൽ മാതാപിതാക്കളുടെ രേഖ എന്ന് പറയുമ്പോൾ ആധാർ ആയാലും മതിയോ? അതെ, 12 ഒരു രേഖയാണ്. ഒരു രേഖ മതി. ശരി, നമുക്കൊരു പ്രേക്ഷകനുണ്ട്, സെലിൻ അബുദാബിയിൽ നിന്ന്. ഒരു രേഖ കൊടുക്കണം എന്നുള്ളത്. ഓക്കെ,